ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AN Vlogs. അപ്പം കുറേ നാളത്തെ ലോങ് ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരൊക്കെ വീഡിയോസ് ഇടാത്തതുകൊണ്ട് തന്നെ കണ്ടം വഴി ഓടി പോയിട്ടുണ്ടാവും അപ്പോൾ അവരെല്ലാവരും പ്ലീസ് ആൾക്കാർ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വീഡിയോസ് കണ്ടിരുന്ന എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും തിരിച്ചു വരണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. കാരണം ഞാനത് ആ വീഡിയോസ് വീണ്ടും ഇടാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം സം റീസൺസ് കാരണമാണ് വീഡിയോസ് ഇടാണ്ടിരുന്നത്. ഇപ്പം ലോങ് ബ്രേക്കാണ്, സത്യം പറഞ്ഞാൽ 1 ഇയർ പോയപ്പോൾ അത്രയ്ക്ക് പെട്ടെന്നാണ് പോയത്. അപ്പോൾ ആ ഒരു 1 ഇയർ ലോങ് ബ്രേക്കിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫോണ് സത്യത്തിൽ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു ഗൈസ്. ഞാനപ്പോൾ എടുക്കുന്ന ഫോണിൽ ക്ലാരിറ്റി ഉള്ള ഈ ഫോണിൽ ആണ് എടുക്കുന്നത്, നമ്മുടെ ഫോണാണ്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നു. അപ്പം ചാർജറിൽ കുത്തിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പം അത് കാരണമാണ് ഇത്രയും നാൾ വീഡിയോസ് ഇടാണ്ട് ഇരുന്നത്. അപ്പോൾ ഇപ്പോൾ അതാ വീണ്ടും തുടങ്ങാൻ പോകുമ്പോൾ കഫക്കെട്ടും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അതാണ് സൗണ്ട്. ഇങ്ങനെ എക്സാമിൻ്റെ ഇടയിലാണ്, ഇപ്പോൾ പബ്ലിക് എക്സാമാണ് +1. പിന്നെ ടോപ്പിക്ക് എന്താ, ഞാനിപ്പോൾ ഫോൺ റെഡി ആക്കിയുള്ളൂ. അപ്പം എന്താണ് ടോപ്പിക്ക് ഇടേണ്ടതെന്ന് വെച്ചിരിക്കുന്നപ്പോഴാണ് പിന്നെ ഓർമ്മ വന്നത് പബ്ലിക് എക്സാമാണിത്. അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞു, കുറച്ചുകൂടി നേരത്തെ ഇടേണ്ടതായിരുന്നു. അപ്പം അതിൻ്റെ റിവ്യൂ ആയിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിത്. എന്താ പറയുക, മെയിനായിട്ട് റീസൺ പറയുന്ന വീഡിയോ അല്ല, ഇംഗ്ലീഷ് എക്സാം റിവ്യൂ പറയുന്ന വീഡിയോ ആണ്. അപ്പം ഇതാണ് റീസൺ, ഇതുകൊണ്ടാണ് ഇത്രയും നാൾ ഇല്ലാണ്ടിരുന്നത്. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു, പഠിപ്പും ഒക്കെ ആയിട്ട്. എന്തൊക്കെ ഉണ്ടായാലും ഞാൻ യൂട്യൂബ് വീഡിയോ ഇടാറുണ്ട്. ഫോണിൻ്റെ ഒരു സംഗതി കാരണമാണ് ഇടാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഇടാത്ത, വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് പറയുകയാണ്, സപ്പോർട്ടിനും എല്ലാത്തിനും. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവണം, ആരും പോകരുത്. കുറേ നാളായിട്ട് വീഡിയോ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിന്ന് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ അവിടെ എത്തി, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി തൊട്ട് എന്തായാലും കറക്റ്റായിട്ട് വീഡിയോസ് ഇട്ടപ്പോൾ ആ ഫോൺ കയ്യിൽ കിട്ടി, എല്ലാം ശരിയായി. അപ്പം ഇപ്പോൾ ഞാൻ വന്നതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എക്സാമിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എടുത്തിരിക്കുന്നത് ബയോസയൻസ് ആണ് കേട്ടോ. ഞാൻ ഏകദേശം +1 പ്രവേശനോത്സവത്തിൻ്റെ ടൈമിലാണ് ഷോർട്ട് ചെയ്തൊരു വീഡിയോ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ആ വഴിക്ക് കണ്ടിട്ടില്ല. പിന്നെ അതിനുശേഷം ഇതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇപ്പം എന്തായാലും എനിക്കറിയാം, കമ്പാരിറ്റീവ്ലി കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഞാൻ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് വ്യൂസും ഒക്കെ കുറവായിരിക്കും. ബട്ട് കുഴപ്പമില്ല, ഞാൻ മെല്ലെ മെല്ലെ വീഡിയോസ് ഇട്ട് റെഡിയാക്കാനായിട്ട് നോക്കാം. അപ്പം എല്ലാവരും അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുക, ആരും പോകരുത്. അപ്പം നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഹായ് ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് +1 പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞു +1 ഇംഗ്ലീഷ് എക്സാം മൊത്തത്തിൽ കഴിഞ്ഞ് ഇനി +2 ഭയങ്കര ടഫായിരുന്നു ഗൈസ്. പറയുകയാണെങ്കിൽ പേപ്പർ കമ്പാരിറ്റീവ്ലി മോഡൽ എക്സാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ക്രിസ്മസിനും വെച്ച് നോക്കുമ്പോൾ, മൊത്തത്തിൽ ഇതിനെ രണ്ടിനും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടഫായിരുന്നു. ഇത് അവർ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളൊക്കെ, +2 ചോദ്യങ്ങളൊക്കെയാണ് ജോബ് അപ്ലിക്കേഷനും റെസ്യൂമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു ലൈവ് ക്ലാസ് കണ്ടിട്ട്. എന്നിട്ട് ഞാനത് എല്ലാവരും വരില്ല, ട്രാവലേഴ്സൊക്കെയാണ് വരിക, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് അത് മാത്രം പഠിച്ചു പോയി. എന്നിട്ട് അത് വരാണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടു. എന്തായാലും ഭയങ്കര ഇതായി പോയി ഇവർ കാണിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഇട്ടത് ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അതുപോലെ ഇലാബറേറ്റ് ദ ഐഡിയ കൺവെയ്ഡ് ഇൻ ഫോളോവിങ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭയങ്കര ടഫായിട്ടുള്ള ലൈൻസ് തന്നിട്ട് അതിൽ നിന്ന് എന്തൊട്ട് ഐഡിയ ഉണ്ടാക്കാൻ പറയുകയാണ്. എനിക്കൊന്നും കിട്ടിയില്ല, എനിക്കത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. ആ ലൈൻസ് വായിക്കാൻ തന്നെ കഷ്ടപ്പെടാണ്. കുറേ കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ പ്രാന്തായിട്ട് ഞാൻ വേണ്ട, അത് വിട്ട് കളഞ്ഞിട്ട് അത് വിട്ട് കളഞ്ഞു. പിന്നെ പ്രോഗ്രാം ചാർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യന് ഓൾറെഡി മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഉണ്ടാക്കി എഴുതാൻ ഭാവേനയിലൊന്നും വരുന്നില്ല. അപ്പം ഞാൻ അതങ്ങോട്ട് അതും ഒഴിവാക്കി. പിന്നെ അതുപോലെ ജോബ് അപ്ലിക്കേഷൻ റെസ്യൂം, ഇതൊക്കെയാണ് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നിയത്, ചോദിക്കാൻ ചാൻസ് ഇല്ലാത്ത. പിന്നെ അപ്രിസിയേഷൻ, ഞാൻ ആകെ ആ സൺറൈസ് ഓൺ ദ ഹിൽസ് മാത്രമാണ് പഠിക്കാണ്ടുണ്ടായിരുന്നുള്ളൂ, ഭയങ്കര ടഫായിട്ട് തോന്നി കണ്ടപ്പം. പിന്നെ ബാക്കി എല്ലാത്തിൻ്റെ അപ്രിസിയേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണത്തിൻ്റെ പോലും ചോദിക്കാതെ പുറത്തുനിന്ന് ടൈറ്റാനിക് എന്ന് പറഞ്ഞിട്ട് വേറെ എന്തോ ഒരു പോയിന്റ് തന്നിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ട് അപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. മെയിനായിട്ട് അതിൻ്റെ റൈമിങ് സ്കീമൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു, അത് കാരണം കുറച്ച് സുഖമായി. പിന്നെ ഇടയിൽ കുറേ ലൈൻസുകളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അതൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ മറ്റേ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്കിൻ്റെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അങ്ങനെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി എഴുതി അത് സെറ്റാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ആ മറ്റേ ജോബ് അപ്ലിക്കേഷൻ വിട്ടിട്ട് മറ്റേ സ്പീച്ചാണ് എഴുതിയത്, അതും എന്തൊക്കെയോ തട്ടി വിട്ടിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ.
മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എക്സാം ഭയങ്കര വിചാരിച്ചേക്കാളും സിമ്പിളാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ടഫായിരുന്നു സംഭവം. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിക്കാമെന്നുള്ള മട്ടിൽ എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എഴുതിയിട്ട്. അത്രേ പറയുമ്പോൾ ഞാൻ എല്ലാ ക്വസ്റ്റ്യനും മാക്സിമം എഴുതിയിട്ടുണ്ട്. എഴുതിയതൊക്കെ എനിക്കാണെങ്കിൽ സമയം കിട്ടേണ്ട അവസാനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതാനുണ്ടായിരുന്നു. അത് എഴുതാനായിട്ട് സമയം കിട്ടണില്ല, അപ്പോഴേക്കും സമയം കഴിഞ്ഞു. അത്രയ്ക്ക് കുറേ എഴുതിയുണ്ടാക്കിയിട്ട് പിന്നെ മാഷ് ഓരോരുത്തരനായിട്ട് മെല്ലെ കെട്ട് കഴിഞ്ഞ് മെല്ലെ വാങ്ങിച്ച് വർത്താനം പറഞ്ഞ് നിൽക്കുന്ന സമയം കുറേ ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ ഞാൻ ആ ക്വസ്റ്റ്യനും അങ്ങനെ കുറേ എഴുതിയെടുത്തു. അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കി. കുഴപ്പമില്ലാത്ത വിധത്തില്ല. പക്ഷെ കറക്റ്റ് ഓർഡറിനനുസരിച്ച് സ്പേസ് കറക്റ്റായിട്ട് എല്ലാത്തിനും വിട്ടിട്ടില്ല. എല്ലാതും ഓരോന്നും പല ലെങ്തിയിലായിട്ടാണ് ഞാൻ എഴുതി വെച്ചേക്കണം. ഓരോ ക്വസ്റ്റ്യൻസും കറക്റ്റ് മാർക്കിനനുസരിച്ചൊന്നല്ല എഴുതി വെച്ചേക്കണേ. പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആലീസ് മാർഗരറ്റ് അത് കുഴപ്പമില്ല. പിന്നെ പ്രൊഫൈല് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ എന്തൊക്കെ അതിലുള്ളത് തന്നെ ഈസും ഓസൊക്കെ ആഡ് ചെയ്തിട്ട് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബനു മുഷ്താഖ് അതൊരു മെയിലല്ല ഫീമെയിലാണെന്നാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ മെയിലാന്ന് വെച്ചിട്ട് ഹീന്നാണ് എഴുതി വെച്ചത്. കുറേ പേരൊക്കെ അങ്ങനെ തന്നെ അത് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിചാരിക്കുള്ളൂ. അത് കാരണം പ്രശ്നം ഉണ്ടാവില്ല, അവരെ മാർക്ക് ഇട്ടേരായിരിക്കും. എൻ്റെ സൗണ്ട് പോയി. അയ്യോ ഗൈസ്, ജലദോഷം അപ്പോൾ പനി ഇപ്പം തന്നെ മാറുള്ളൂ. ഇനി അടുത്ത ഹിന്ദി എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണം. കുറച്ച് പഠിച്ചിട്ടുള്ളൂ, ഇനി പഠിക്കാനുണ്ട്. പിന്നെ പ്രസിസ് എന്ന് പറയുന്ന സംഭവം ഞാൻ എന്തൊക്കെയോ കുറച്ചുണ്ടാക്കി എഴുതി. കുഴപ്പമില്ലാത്ത വിധത്തിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും കുഴപ്പമില്ലായിരുന്നില്ല. ഗ്രാമർ ഇതിൽ നിന്ന് വന്നേക്കണത് ആക്ച്വലി ഈസി ആയിരുന്നു. 9ാമത്തെ ക്വസ്റ്റ്യൻ ഈസാറ് ബിസൈഡ് എഴുതുന്നത് അത് എനിക്കിഷ്ടമായി. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ചും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇഫ് ദേ ഹാഡ് അറൈവഡ് ഏർലിയർ ഇഫ് ഐ വേർ യു ആ ഒരു കുന്തം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഗ്രാമറേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഡിസ്കോഴ്സസിൻ്റെ ഫോർമാറ്റ് അത് മാത്രം, മൊത്തത്തിൽ അപ്രിസിയേഷൻ പോയിംസ് ഇതൊക്കെ മാത്രം നോക്കി പോയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഇത് കിട്ടിയില്ല. പിന്നെ ഫ്രണ്ടിന് അഡ്വൈസ് കൊടുക്കുന്നത് അതെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഡെത്ത് ദ ലെവലർ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ചാപ്റ്ററിൽ വന്ന ക്വസ്റ്റ്യൻസ് അതിലാകെ 7ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡു സം മെൻ പ്ലാന്റ് ഇൻ പ്ലേസസ് വെർ ദ കിൽ അത് മാത്രമേ കിട്ടിയില്ല. ബാക്കിയെല്ലാം എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ഇതും കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എഡിറ്റിംഗ് ഒന്നും മനസ്സിലായില്ല. ഇതൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ടഫ് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ. എഡിറ്റിങ്ങിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും കത്തിയില്ല. ഞാനത് അങ്ങനെ തന്നെ എടുത്ത് എഴുതി. എന്തൊക്കെയോ മാറ്റി എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈ ഗോഡ്, അങ്ങനെ ഒരു ശോകമയമായ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഇംഗ്ലീഷ് എക്സാമിൻ്റെ എന്ന് പറയുന്നത്. കുഴപ്പമില്ല, സഹിക്കാം. അൺബെയറബിൾ എന്ന് പറയാനായിട്ട് പറ്റില്ല. കുഴപ്പമില്ലാത്ത വിധത്തിൽ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് മാർക്ക് ഇട്ട് തരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ ഇംഗ്ലീഷ് എക്സാമിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹിന്ദി എക്സാം കഴിഞ്ഞിട്ട്. എനിക്ക് മൊത്തത്തിൽ എക്സാം കുഴപ്പമില്ല. ഡബിൾ പാസ് അതിൻ്റെ ഒരു ഇതായിരിക്കും. മുമ്പൊക്കെ 10ാം ക്ലാസ്സിൽ A+ എത്താനായിരുന്നു. ഇപ്പോൾ ഈ ബയോസയൻസ് കൂടി ഡബിൾ പാസ് എങ്ങനെയെങ്കിലും ആയാൽ മതി എന്നുള്ള ഒരു ഇതിലായിട്ടുണ്ട്. സൗണ്ടൊക്കെ പോയി. അപ്പോൾ എന്തായാലും ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മുമ്പത്തെ ഉഷാറ് ആവശ്യമൊക്കെ പിന്നെയും കൊണ്ടുവരാം. ഞാൻ ആവശ്യത്തോടെ വീഡിയോസൊക്കെ ഇടാൻ പോവാം. ആരും പോകാൻ കേട്ടോ ഗൈസ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ടാറ്റ.